ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമ്മുടെ നെൽകർഷകരുടെ വേണ്ടിയുള്ളൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. സത്യത്തിൽ 1-2 ദിവസമായിട്ട് കുറേ കൃഷിക്കാർ ഇപ്പോൾ കിടന്ന് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ പറയുന്ന പ്രോഡക്റ്റുകൾ കിട്ടുന്നില്ല. അപ്പം ഈ കടക്കാർ അവരുടെ കയ്യിലുള്ള സാധനം ഇത് നല്ലതാണ്, ഇതേ സെയിം സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുത്തു വിടുവാന്ന്. അതിൽ കൃഷിക്കാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. തൊട്ടടുത്ത കൃഷിക്കാരൻ ചെയ്ത് വിജയിച്ച ഒരു പ്രോഡക്റ്റ് ആണെന്ന് ഉറപ്പില്ലാതെ എന്തെങ്കിലും ഒരു സംഭവം മുതൽ നേരെ മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലും. എന്നിട്ട് ഒരു വിഷക്കച്ചവടക്കാരനോ അല്ലെങ്കിൽ ഒരു ഡീലർ അദ്ദേഹം പറയും, ഇന്നത് കൊണ്ടുപോയി ഉപയോഗിച്ചോളാൻ പറയും. അപ്പം ഒന്നുകിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ലാഭമുള്ളൊരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കമ്പനിക്കാർ ഇറക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഇത് മേടിച്ചുകൊണ്ട് പോയി കൃഷിക്കാരന് ഉപയോഗിക്കുക. ഇതിൻ്റെ യഥാർത്ഥ വസ്തുതയോ യഥാർത്ഥ വിജയമോ നിങ്ങൾക്കും അറിയത്തില്ല. ഇന്നിപ്പോൾ എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞതാണ്, ഇപ്പോൾ വിളിച്ചപ്പോഴത്തേക്കാണ് ഇതൊന്ന് പബ്ലിഷ് ചെയ്യണം. ഒന്നുകിൽ ഈ കടക്കാർ മിക്കവാറും എനിക്ക് കൊട്ടേഷൻ തരും. അപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പറഞ്ഞ ആ ഒരു സംഭവം അവിടെ ഇല്ല, അപ്പോൾ അത് കാരണം ഇന്ന ഒരു സാധനം തന്നു. അപ്പം സത്യത്തിൽ ഈ ഒരു കമ്പനി പോലും ഈ ഒരു കെമിക്കൽ റെസിസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രോഡക്റ്റ് അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഈ കച്ചവടക്കാരൻ്റെ കയ്യിൽ ആ കഴിഞ്ഞ വർഷത്തെ ആ ഒരു സ്റ്റോക്കേ ഉള്ളൂ. അത് കൃഷിക്കാരൻ്റെ കൊടുത്തു വിടുക. കൃഷിക്കാരൻ ഇത് കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചിട്ട് ആ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുക. അതിന് നിരന്ന് കഴിയുമ്പോഴത്തേക്ക് ഓലചുരുട്ടി ഉറപ്പാണ്. ഈ ഓലചുരുട്ടി പുഴു വന്നു കഴിയുമ്പോഴത്തേക്ക് കണ്ടത്തിൽ പറവകൾ നിരക്കും. പറവകൾ നിരന്നിട്ട് കതിര് നിരന്ന സ്ഥലത്ത് പറവകൾ ഇരുന്ന് ആ നെല്ലിൻ്റെ കതിര് ഒടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ വെങ്കണ്ണിയോ അല്ലെങ്കിൽ കൊലവാട്ടമായി പോയിട്ട് കൃഷിക്കാരനൊന്നും കിട്ടത്തില്ല. ഈ 5-10 ഏക്കറിലൊക്കെ നൂലും വലിച്ച് ഈ പറവയെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? കീടങ്ങളും ഇപ്പോൾ അതിജീവിക്കാൻ തുടങ്ങി. അപ്പം പുതിയ കെമിക്കലുകൾ വരും. അപ്പോൾ അതിനകത്ത് കണ്ടൻറ് എന്നാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം തേടണം. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഇപ്പം പെട്ടുകിടക്കുന്നൊരു സാഹചര്യം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, സയൻറ്റിസ്റ്റുകൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷിക്കാരൻ നേരെ ഷോപ്പിൽ ചെന്നിട്ട് പറയും, അവർ പറഞ്ഞ ഇത് തന്നാൽ മതി. അവസാനം കമ്പനിക്കാർ മറ്റേ സാധനം കൊള്ളത്തില്ലെന്നെങ്ങാനൂടെ പറഞ്ഞു പോയി കഴിഞ്ഞ് ഇവർക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർ കെമിക്കലിൻ്റെ പേര് മാത്രം പറഞ്ഞു വിടും. അപ്പം അതും നമ്മൾ തന്നെയാണ് വരുത്തി വെക്കുന്ന ഈ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് പറയുന്നത്, കൃത്യമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടണം. ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഷോപ്പിൽ പോയി നിങ്ങളത് വാങ്ങണം. അതാണ് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഇത് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ട് പിന്നെ കതിര് നിരന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടത്തിലോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല.